കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹബലിയിൽ പങ്കുചേരുവാനായി പുത്രനായ യേശുനാഥൻ ഈ തിരുവൾത്താരയിലേക്ക് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ സ്വീകരിച്ച ദൈവാനുഗ്രഹത്തിന് പ്രത്യേകമായ കരങ്ങൾ കൂട്ടി നമ്മൾ കടന്നുകൊണ്ട് ഈ പുതിയ പ്രഭാതത്തിലൂടെ പുതിയൊരാഴ്ച കർത്താവായ ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ നാളെ എന്തായി തീരുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ കർത്താവായ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. യേശു സ്നേഹമാണ്, ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ സൂചിപ്പിക്കുന്നത്. ആ സ്നേഹത്തിൽ പങ്കുകാരാകുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് സ്നേഹത്തിന്റെ വക്താവായ ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള നിരവധിയായ പാപങ്ങളും കുറവുകളും കർത്താവായ ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നൽകിയ അർപ്പിക്കപ്പെട്ട ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Yeah.
നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. മോശ ജനങ്ങളോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹൊറേബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ച് ഇത്: ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ, ഈ മഹാ അഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാം. അവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാതെ കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം. കർത്താവിൻ്റെ വചനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ മെരീബായിൽ മരുഭൂമിയിൽ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
കഫർനാമിൽ സാബത്ത് ദിവസം യേശു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞനെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, അവൻ്റെ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമാണ്! അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വചനങ്ങളിൽ നമ്മുടെ യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബങ്ങളെ, ആണ്ടുവട്ടം 4ാമത്തെ ഞായറാഴ്ചയിൽ നമ്മളെ വിളിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടി കർത്താവായ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ ഏറെ പ്രത്യേകിച്ച് യേശുനാഥനൊരുക്കി വിരുന്നിൽ നമ്മളെ പങ്കുകാരാക്കിയതിനാണ് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സാബത്ത് ദിവസം ഏറെ പ്രത്യേകിച്ച് നിയമജ്ഞർക്കും പരിസയർക്കും ഒരു തർക്ക വിഷയമാണ്. നിയമജ്ഞരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമം പഠിപ്പിക്കുന്നവരാണ്. പക്ഷെ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമമുണ്ട്, ഒരു സൊസൈറ്റിയുടെ നിയമമുണ്ട്. നമുക്കറിയാം, രാഷ്ട്രം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നിയമമുണ്ട്. നല്ലൊരു സൊസൈറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എല്ലാ നിയമങ്ങളും അധികരിച്ചു വേണം ഒരു നിയമജ്ഞൻ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ. നമുക്കറിയാം, നിയമം പഠിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ചില കാർക്കശ്യം എപ്പോഴും ഉണ്ടായിരിക്കും. കാർക്കശ്യത്തോടുകൂടി ഒരു നിയമജ്ഞൻ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ദേഷ്യം ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കർത്താവായ യേശുനാഥൻ ആധികാരികതയോടുകൂടി പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദേഷ്യമാണോ അല്ലെങ്കിൽ ആത്മസംയമനത്തോടുകൂടി സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വീകരിക്കത്തക്ക രീതിയിലുള്ള പഠനമാണോ യേശു പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, ഇന്ന് ഏറെ പ്രത്യേകിച്ച് നമ്മൾ ഈ കോവിഡ് മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് സർക്കാർ നൽകിയ ഒരു പ്രത്യേകമായ ചാനലാണ് വിക്ടേഴ്സ് ചാനൽ. എത്രയോ പ്രഗത്ഭരായ അധ്യാപകരാണ് അതിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുള്ള ഒരവസരം കൂടിയാണ് വിക്ടേഴ്സ് ചാനലിൽ സർക്കാർ കൊടുക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആധികാരികതയോടുള്ള ടീച്ചേഴ്സിനെ വളരെ സന്തോഷപൂർവ്വം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ആ പ്രസന്ന ഭാവവും കുഞ്ഞുമക്കളോടാണ് തങ്ങൾ സംവദിക്കുന്നത് എന്ന വലിയൊരു സാന്നിധ്യവും ആ ടീച്ചേഴ്സിൽ പ്രകടമാകുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സ്റ്റാൻഡേർഡുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടേതായ സീരിയസ്നെസ്സോടു കൂടിയാണ്, ആധികാരികതയോടുകൂടിയാണ് വിക്ടേഴ്സ് ചാനലിൽ അവർ കടന്നു വരുന്നത്. ഇവിടെ ആധികാരികത എന്ന് പറയുന്നത് തെറ്റ് പഠിപ്പിക്കുന്നത്, അതാണ് ക്രിസ്തുവിൻ്റെ ആധികാരികത എന്ന് പറയുന്നത്. തെറ്റു പഠിപ്പിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഒരു ടീച്ചറല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിയമജ്ഞനെ പോലെ അല്ല യേശു പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ വള്ളിപ്പുള്ളികൾ
തെറ്റുകൂടാതെ പഠിപ്പിക്കുവാൻ ബാധ്യസ്ഥരായ നിയമജ്ഞർ പോലും തെറ്റു പഠിപ്പിക്കുന്നതിന്റെ അടയാളമായിട്ട് കടന്നു വരുന്നത് കൊണ്ടാണ് വചനം ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നിയമജ്ഞരെ പോലെ അല്ല അവൻ പഠിപ്പിക്കുന്നത്, അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യമാണ് അവൻ പഠിപ്പിക്കുന്നത്, തെറ്റല്ല അവൻ പഠിപ്പിക്കുന്നത്, ദൈവത്തിന്റെ അറിവാണ് പകർന്നു കൊടുക്കുന്നതെന്ന വലിയൊരു സത്യമാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പല അലക്ഷ്യഭാവത്തോടുകൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വ്യക്തികൾ ടീച്ചറാകണമെന്നില്ല. ടീച്ചറാണ്, നാമമാത്ര ടീച്ചറാണ്, പക്ഷെ ആധികാരികതയില്ല. അലംഭാവത്തോടുകൂടി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കൊരു ആധികാരികതയില്ല, അവർ സത്യമാകണമെന്നില്ല പഠിപ്പിക്കുന്നത് എന്ന് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷി നൽകുകയാണ്. അപ്പോൾ ഇവിടുത്തെ തർക്കവിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശുനാഥൻ സിനഗോഗിൽ വന്നത് സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം തീർച്ചയായും നിയമജ്ഞനായാലും പരിസനായാലും ഇടപെടും. കാരണം നിയമജ്ഞൻ തന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് കർത്താവായ യേശുനാഥൻ പ്രവർത്തിച്ചാൽ പോലും ഇടപെടാനായിട്ടുള്ള ഒരു മനസ്സ് നിയമജ്ഞർക്കുണ്ട്. അതുകൊണ്ടാണ് നിയമജ്ഞരും പരിസരും ഇവിടെ ശക്തമായ രീതിയിൽ ഇടപെടുന്നത്. എന്താണ് ഇന്നത്തെ സംഭവ വികാസം? യേശുനാഥൻ സിനഗോഗിൽ കയറി പഠിപ്പിക്കുന്ന അവസരത്തിൽ, ആധികാരികമായി പഠിപ്പിക്കുന്ന അവസരത്തിൽ, സത്യം മാത്രം തുറന്നു പറയുന്ന അവസരത്തിൽ ഒരു പിശാച് ബാധിതനെ അവിടെ കാണുകയാണ്. ഒരു പിശാച് ബാധിതൻ. ആ പിശാച് ബാധിതൻ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പിശാച് ബാധിതൻ എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ കർത്താവായ യേശുനാഥനോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു അശുദ്ധാത്മാവാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവൻ ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ അവൻ ഒരാളാണോ അതിൽ കൂടുതലാണോ എന്ന് നിങ്ങൾ പറയണം. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? സിനഗോഗിൽ യേശു പഠിപ്പിക്കുന്നു, ഒരശുദ്ധാത്മാവേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അവൻ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിനകത്ത് തെളിഞ്ഞിരിക്കുന്ന പ്രത്യേകമായൊരവസ്ഥ നമ്മളോട് പറയുന്നത് പ്രകാരമാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ്. ഏകവചനം ബഹുവചനമായി മാറുന്നു. അതായത് ഒരു പിശാചു ബാധിതർ ഒരു കൂട്ടം തന്നെ അവന്റെ ജീവിതത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സുവിശേഷമാണ് പ്രിയമുള്ളവരെ നമുക്ക് വായിച്ച് അറിയുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അടിമയായിരിക്കുന്ന പാപത്തിന് അടിമയായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ചോദിക്കപ്പെടാവുന്ന ചോദ്യം ഇതാണ്: എനിക്ക് എന്റെ അവസ്ഥ ഇതാണ്, എനിക്കിത് തന്നെ മതി, ഇതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പുറപ്പാട് അനുഭവം നമുക്കറിയാം. നമുക്കറിയാവുന്നത് പോലെ ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച്, ഫറവോയുടെ കീഴിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോകുമ്പോൾ കർത്താവായ ദൈവത്തോട് അല്ലെങ്കിൽ പ്രവാചകനായ മോശയോടൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് വിശക്കുകയും ദാഹിക്കുകയും? ഞങ്ങൾക്ക് ആ പഴയ ജീവിതത്തിലേക്ക് പോയാൽ മതി. അവിടെ നഷ്ടപ്പെട്ട ആ ഇറച്ചിപ്പാത്രങ്ങളുടെ മണം ഞങ്ങളുടെ നാശരന്ധ്രങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് പോകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ആകുവാനായിട്ടുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ എപ്പോഴും ആഗ്രഹിക്കുന്നതിന്റെ അടയാളമാണ് പ്രിയമുള്ളവരെ നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായ ഇടപെടൽ കർത്താവായ യേശുനാഥൻ നടത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ തെറ്റുണ്ട്, നിന്റെ ജീവിതത്തിൽ പൈശാചികതയുടെ അടയാളങ്ങളുണ്ട്. ആ പൈശാചികതയുടെ അടയാളങ്ങളെ ദൈവത്തിന്റെ ചൈതന്യത്താൽ, ദൈവത്തിന്റെ ആത്മാവാൽ പുറത്താക്കപ്പെടേണ്ട ആവശ്യകത നിന്റെ ജീവിതത്തിലുണ്ട് എന്ന് അവനെ പഠിപ്പിക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടും? നമ്മളും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വരമായിട്ട് ആരെങ്കിലും നമ്മളെ തെറ്റുതിരുത്താൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറയും, ഞാനാണ് സമൂഹത്തിലെ നല്ലവൻ, എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, അതുകൊണ്ട് വേറെ ആരും വന്ന് എൻ്റെ ജീവിതത്തെ തിരുത്തണ്ട. ഇങ്ങനെയുള്ള മറു ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ വരുന്നവരെ നമ്മൾ പലപ്പോഴും ആട്ടി ഓടിക്കാനായിട്ടാണ് നമുക്ക് ശ്രമിക്കാറ്. പക്ഷെ അത് ദൈവത്തിന്റെ സ്വരമാണ്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒരു ദൈവിക സ്വരമായി സ്വീകരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വിജയം. ഇവിടെ യേശുനാഥൻ ഈ
പിശാച് ബാധിതന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് അവന്റെ അശുദ്ധതയെ മനസ്സിലാക്കി പൈശാചികതയുടെ അടയാളമായ പിശാചിനെ പുറത്താക്കുവാൻ ഒരുങ്ങുമ്പോൾ അവന്റെ മറുചോദ്യം ഇതാണ്: നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം? അപ്പോൾ ഇവിടെ പിശാച് ബാധിതൻ എന്ന് പറയുന്നത് ഒരാളല്ല, ഒരു സമൂഹമാണ്. ശക്തമായ ബലം പൈശാചികതയുടെ അടയാളമായി കർത്താവായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ അടയാളങ്ങളെ, ആ പൈശാചികത ശക്തിയെ തിരിച്ചറിയുവാൻ കർത്താവായ യേശുനാഥന് സാധിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവനെ സ്വതന്ത്രമാക്കണം. അത് ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലനയാണ്, ദൈവത്തിന്റെ പ്രത്യേകമായ ശക്തിയാണ്. അവനെ ആ പൈശാചികതയുടെ അടിമയാക്കി ഈ ലോകത്തിൽ അവന് ഒരിക്കലും തുടർന്നങ്ങോട്ട് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവനോട് പറയുന്നത്, നീ പുറത്തു പോകുക. എന്നിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന പിശാചിന്റെ ഒരു മനോഭാവം നമ്മൾ മനസ്സിലാക്കുക. അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യൻ കർത്താവായ യേശുനാഥനെ തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ്. അവൻ പറയുന്നത് പ്രകാരമാണ്: നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് അശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞ കർത്താവായ ക്രിസ്തുവിനെ ഇങ്ങനെ ഏറ്റു പറയുന്നു. നമുക്കറിയാം, കർത്താവായ യേശു തന്നെ തന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിനു ശേഷം ശിഷ്യന്മാരെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകി. എന്നിട്ട് അവസാനം കൂടെ ഇരുന്ന കൂട്ടിക്കൊണ്ട് നടക്കുന്ന ശിഷ്യന്മാരോട് കർത്താവായ യേശുനാഥൻ ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. അപ്പോൾ ശിഷ്യരിൽ പ്രമുഖനായ പത്രോസ് പറയുന്ന പ്രകാരമാണ്: നീ പരിശുദ്ധനാണ്, സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറയുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അസ്തിത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വം പിശാച് ബാധിതൻ വിളിച്ചു പറയേണ്ടുന്നവനല്ല. മറിച്ച് യേശുവിന്റെ അസ്തിത്വം വിളിച്ചു പറയേണ്ടത് ഈ ലോകത്ത് ബുദ്ധിപൂർവം ഭൗതികതയോടുകൂടി ജീവിക്കുന്ന ഓരോ വ്യക്തിയും വിളിച്ചു പറയണമെന്ന് കർത്താവായ യേശുനാഥൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പിശാച് ബാധിതരല്ല തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയേണ്ടത്, ക്രിസ്തുവിന്റെ അസ്തിത്വത്തെ വിളിച്ചു പറയേണ്ടതും പ്രഘോഷിക്കേണ്ടത്. നമ്മളൊക്കെ ഇത് സുബോധത്തോടുകൂടി ഇരിക്കുന്നവരാണെന്നാണ് നമ്മുടെ ഓർമ്മ. നമ്മൾ ഇന്ന് ഈ സുബോധം നൽകുമ്പോൾ നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ വ്യക്തിപരമായി നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട്. നീ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ്, ഇതുപോലെ തന്നെ പൈശാചികതയുടെ അടയാളങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യർ പറയപ്പെടുന്ന വാക്യങ്ങൾ നമുക്ക് ഒരു ആവർത്തിയെങ്കിലും സുബോധത്തോടു കൂടിയിരിക്കും നമുക്ക് പറയുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ നിരവധിയാണ്. ഓരോ നിമിഷവും, അടുത്ത നിമിഷം മനുഷ്യന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക എന്ന് ആർക്കും അറിയാൻ പാടില്ല. എന്നിട്ട് അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും കോട്ടങ്ങൾ കെട്ടി നമ്മൾ വിരാജിക്കുമ്പോൾ കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്, നമ്മളെ സ്വീകരിക്കുക. ആ പാപാവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ അവൻ്റെ ആ പ്രശസ്തി ഗലീലയുടെ പ്രദേശങ്ങളിലുടനീളം വ്യാപിച്ചു എന്നാണ് പറയുന്നത്. പിശാച് ബാധിതൻ തീർച്ചയായിട്ടും പിശാച് ബാധ ഏറ്റിരുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. നമുക്കറിയാം, ഓരോ പൈശാചികതയുടെ അടയാളങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനെയും ദൈവം ക്രിസ്തുവിലൂടെ അവനെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ പൈശാചികത മാറ്റിക്കഴിയുമ്പോൾ അവൻ ഉച്ചസ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ പൈശാചികത മനസ്സിലാക്കിക്കൊണ്ട് അവനെ സ്വതന്ത്രമാക്കിയതിനു ശേഷം അവൻ്റെ ജീവിതത്തിലേക്ക് നൽകപ്പെട്ട ആഹ്വാനം ക്രിസ്തു പരിശുദ്ധനാണെന്ന് അവൻ സുബോധത്തോടുകൂടി വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനമായി നമ്മളോട് പറയുന്നത്. അവൻ്റെ പ്രശസ്തി ഗലീലയിലെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുനാഥൻ്റെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. സുബോധമില്ലായ്മയുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശുനാഥൻ നീ പൈശാചികതയുടെ സുബോധമില്ലായ്മയിൽ നിന്ന് തിരികെ വരണം, നിന്റെ പാപാവസ്ഥയിൽ നിന്ന് തിരികെ വരണമെന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടുമ്പോൾ അതല്ല എൻ്റെ അഹന്തയിലും അഹംഭാവത്തിലും വിരാജിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, എന്തിനാണ് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഭൗതികമായ സാമ്പത്തികമായ ഭദ്രതകളുള്ളപ്പോഴും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമുക്ക് നൽകുന്ന ഈശ്വരം
നമ്മുടെയും ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടേണ്ട സ്വരമാണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരാം. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായി കാഴ്ച സമർപ്പണമാണ്. കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞതുപോലെ കണിവിൻ്റെ സ്തോത്ര കാഴ്ചയാണ്. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കരങ്ങളിലുള്ള വലിയ സംഭാവനകൾ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ആ സമയത്ത് പാട്ടുകാർ കാഴ്ച സമർപ്പണത്തിൻ്റെ ഗാനം ആലപിക്കും. അതിനുശേഷം നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാവുന്നതാണ്. എഴുന്നേൽക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും
എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഒപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവിക സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും എല്ലാ മെത്രാന്മാരെയും അഭിനന്ദിയ പോലാൻഡിനെയും റഷ്യൻ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ കരുതാനിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ചൈതന്യധാരയാൽ നിറയ്ക്കണമേ. ദൈവജനത്തെ നന്മയിൽ നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യത്തിന്റെ ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയെ സമർപ്പിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട അൽഫോൻസ് അച്ഛനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹത്തിലും സോദര സ്നേഹത്തിലും അനുസ്യൂതം വളരുവാനും അചഞ്ചലമായ വിശ്വാസ ചൈതന്യത്തിൽ എന്നും വളരുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്നേഹ ദൈവമേ, മാനവരാശിയെ അവിടുന്ന് വിശദീകരിക്കണമേ. അസമാധാനത്തിന്റെയും അശാന്തിയുടെയും രോഗപീഠകളുടെ ജനങ്ങൾ അതിജീവിച്ച് ശാന്തതയും സ്വസ്ഥതയും പ്രതീക്ഷയും നിറഞ്ഞ നല്ല ദിനങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസമെന്ന കൃപാവരത്തെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ, തിരുകുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ ഔസ്യപിതാവിന്റെ സുഹൃത്തുക്കൾ ജീവിതത്തിൽ സാംശീകരിക്കുവാനും ജീവിതത്തിൽ ഞങ്ങൾ നിയോഗിക്കപ്പെട്ട എല്ലാ മേഖലയിലും ആത്മാർത്ഥതയോടെ ദൈവഹിതം നിറവേറ്റുന്നതും വേണ്ട കൃപാവരങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവനും പുനരുദ്ധാനമായ യേശുനാഥ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തിയും മോക്ഷാനന്ദ ഭാഗ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വ്യക്തിപരമായ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവിക സന്നിധിയിൽ നമുക്ക് മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. എല്ലാ
സർവശക്തനും പിതാവുമായ ദൈവത്തിനാൽ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഇവരെ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേ അൾത്താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിച്ച് ഞങ്ങളുടെ പരിത്രാണത്തിന് ഉദാശയായി രൂപാന്തരപ്പെടുത്തേണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമ്മുടെ കർത്താവായ ദൈവത്തിനായി നന്ദി പ്രകാശിപ്പിക്കാം.
പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ച കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോൾ ആഞ്ചലോ മെത്രാനോടും വൈദികഗണത്തോടും ഉത്തരസഭയെ എന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തുള്ള മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ വിശ്വസ്നാഭ്യങ്ങളാകുന്നു നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. മക്കളായ നമുക്ക് പ്രത്യേക നമ്മുടെ ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. എല്ലാ തുമ്പകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ അങ്ങ് സമാധാനവും കനിവാർന്നേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിയ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽക്കാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുന്നു.
ഇന്നത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് 10ാമത്തെ കുടുംബവിട്ടംഗങ്ങളാണ്. ഇടവകയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി 10ാം കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും നേരുന്നു. അടുത്ത ഞായറാഴ്ച കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് 12ാം കുടുംബങ്ങളിലെ അംഗങ്ങളാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഫെബ്രുവരി മാസം 2-ാം തീയതി കർത്താവിൻ്റെ സമർപ്പണ തിരുനാളാണ്. അന്ന് മാസാന്ത്യ ചൊവ്വാഴ്ച കൂടിയാണ്. നിത്യേന എല്ലാ മാസവും ഉള്ളതുപോലെ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിലുള്ള ദിവ്യബലി ഉള്ളതുകൊണ്ട് അന്നേ ദിവസം വൈകുന്നേരം തന്നെയാണ് നമ്മൾ ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 5:30 മണിക്ക് ദിവ്യബലി തുടങ്ങുന്നത് കത്തിച്ച മെഴുകുതിരി പ്രദക്ഷിണത്തോടുകൂടെയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ പ്രദക്ഷിണം ആരംഭിക്കുന്നത് ജയമാല ഗ്രാമത്തിൻ്റെ ഗ്രോട്ടോയിൽ നിന്ന് ആരംഭിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാണ് കർമ്മങ്ങൾ ആരംഭിക്കുക എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അന്നേ ദിവസം എല്ലാവരും സാന്ധ്യ ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ദിവ്യബലിയിൽ പങ്കുചേരാൻ കടന്നു വരുമ്പോൾ മെഴുകുതിരി കൂടി കരുതേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ വരുന്ന ആഴ്ച തന്നെ മാസാധ്യ ശനിയാഴ്ചയാണ്. എല്ലാ മാസാധ്യ ശനിയാഴ്ചയും നമ്മൾ വൈകുന്നേരം പരിശുദ്ധാമ്മയുടെ നമ്മുടെ ഫാത്തിമ മാതാവിൻ്റെ തീർത്ഥാലയത്തിൽ ചെറിയ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ ദേവാലയത്തിൽ ആരാധനയും ദിവ്യബലിയും ഉള്ളതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. മാസാധ്യ ശനിയാഴ്ചയും വൈകുന്നേരം 5:30 മണിക്കായിരിക്കും ദിവ്യബലി എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇടവകയുടെ വളർച്ച നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിൻ്റെ രീതിയിലുള്ള വളർച്ച നമുക്ക് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവകൃപാരത. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ കൂടിവരവും ഒരുപക്ഷെ ഈ ആഴ്ചയാണ് നടത്താനുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായേനെ. അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവപരിപാലനയുടെ വലിയൊരു അടയാളമാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ച നടത്തുവാനും ഒരു ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ സ്നേഹത്തിലും സന്തോഷപൂർവ്വം പങ്കുചേരുവാനൊക്കെ നമുക്ക് സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ സാഹചര്യമെല്ലാം ഇപ്പോൾ കേരളത്തിൽ ഈ ആഴ്ചയിലുള്ളത് കോവിഡ് മാനദണ്ഡങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വളരെ ശക്തിയോടുകൂടി നിയമപാലകരും ആരോഗ്യവകുപ്പും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നൽകപ്പെടുന്ന എല്ലാ അവസരങ്ങളും സംയോജിതമായി നമുക്കത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ഇടപെടലുമൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമുക്ക് ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ വരുന്ന ആഴ്ചകളിൽ എനിക്ക് തോന്നുന്നു ആരോഗ്യവകുപ്പും അതുപോലെ നിയമപാലകരും കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആയതിനാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുമക്കളും 65 വയസ്സിന് മേലോട്ടുള്ള മാതാപിതാക്കന്മാരും പ്രത്യേകമായ പരിചരണം ഏറെ പ്രത്യേകിച്ച് ആവശ്യമുള്ളത് കൊണ്ടാണ് സർക്കാർ ഇത്രത്തോളം നിബന്ധനകൾ കൊണ്ടുവരുന്നത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അതിനാൽ നേരത്തെ ഉള്ള ആ നിബന്ധനകൾ തുടർന്നും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈയിടയ്ക്ക് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മേടയിലേക്ക് വരികയും ഒരു തമാശയായിട്ട് ഒരു അപ്പാപ്പനെ കാണുകയും ചെയ്തു. ഇറങ്ങി നടക്കുന്ന ഒരു അപ്പാപ്പനെ കണ്ടുകൊണ്ട് ചോദിച്ചു, അപ്പച്ച എന്തുകൊണ്ടാണ് ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചു. വയസ്സെത്രയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പാപ്പൻ്റെ മറുപടി ഇതാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് 65 വയസ്സായെന്ന്? പലപ്പോഴും നമ്മൾ ഈ വയസ്സൊക്കെ മറച്ചു വയ്ക്കാനായിട്ടുള്ള അവസരം കൂടി ഈ സാഹചര്യം ഉപയോഗിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. നമുക്ക് ദയവ് ചെയ്ത് കണ്ടാലറിയാം വയസ്സായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അതൊന്നും നമ്മൾ മാറ്റിവെക്കപ്പെടേണ്ടതല്ല. വയസ്സായവരെയും വയസ്സാകാത്തവരെയും തിരിച്ചറിയുവാനായിട്ടുള്ള കഴിവൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കില്ല എന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയാൻ സാധ്യതയില്ല വരുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റുമായിട്ട് നെഞ്ചിൽ ഒട്ടിച്ചെന്ന് നടന്നു പോകേണ്ട ഒരു കാര്യവുമില്ല. അവർക്കറിയാം, കൃത്യതയോടുകൂടി അറിയാം. ദയവ് ചെയ്ത് നമ്മുടെ പരിരക്ഷയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്രക്കാഴ്ച 3945 രൂപ. കാഴ്ചവെപ്പ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കുരിശടിയിലെ ഉൾപ്പെടെ 2490 രൂപ. 24/1/2021 വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ സ്തോത്രക്കാഴ്ച 6097 രൂപ. കാഴ്ചവെപ്പ് 4770 രൂപ. തിരുനാൾ പ്രദക്ഷിണ നേർച്ച 26,702 രൂപ. നമ്മുടെ നേരത്തെ അറിയിച്ചിരുന്നതുപോലെ നമ്മുടെ വാർദ്ധക്യ സഹജമായി കടന്നു പോകുന്ന ഒത്തിരി രോഗികളായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രാദികളും ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ആരാധനക്രമത്തിൽ പങ്കെടുക്കുവാനായിട്ടാണ് നമ്മൾ ഈ ബെഞ്ച് ക്രമീകരിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24 ബെഞ്ചോളം ഇപ്പോൾ നമുക്ക് ദേവാലയത്തിൽ സ്പോൺസേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. 40-45 ബെഞ്ചാണ് നമുക്ക് ആവശ്യം. കുറച്ചുകൂടി സാമ്പത്തിക സഹായം നിങ്ങളിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരോ ബന്ധുമിത്രാദികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പറയപ്പെട്ട ബെഞ്ചുകൾ നമുക്ക് നമ്മുടെ ഈ ദേവാലയത്തിൽ ഉൾച്ചേർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് സാമ്പത്തിക സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പരിത്രാണത്തിന് ദാനങ്ങളാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയുടെ സഹായത്താൽ സത്യവിശ്വാസം പുഷ്ടിപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവയെ സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.